പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്തിലെ പരാജയത്തിന് കാരണം സിപിഎം പ്രാദേശിക നേതൃത്വമാണെന്ന് മുൻ കോൺഗ്രസ് നേതാവ് എ.വി. ഗോപിനാഥ്. സിപിഎം ജില്ലാ നേതൃത്വവുമായി ഉണ്ടാക്കിയ ധാരണ പ്രാദേശിക സിപിഎം നേതൃത്വം ലംഘിക്കുകയായിരുന്നു. ഒറ്റയ്ക്ക് ഭരിക്കുകയായിരുന്നു സിപിഎം ലക്ഷ്യമെന്നും ഗോപിനാഥ് തുറന്നടിച്ചു. സിപിഎമ്മിനെതിരായ ഗോപിനാഥിന്റെ പ്രസ്താവന തിരഞ്ഞെടുപ്പിന് ശേഷം വലിയ ചർച്ചയായിരിക്കുകയാണ്. ബിജെപിയും കോൺഗ്രസും പരസ്പരം വോട്ട് മറിച്ചു. സമുദായ വോട്ടുകൾ എതിർ സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കാൻ സിപിഎം ഇടപെട്ടതായി ഗോപിനാഥ് ആരോപിച്ചു. ജനവിധി അംഗീകരിക്കുന്നു. ഇതൊക്കെ സ്വാഭാവികമാണ്. എത്രയോ വലിയ നേതാക്കൾ തോറ്റിരിക്കുന്നു. ജനാധിപത്യത്തിന്റെ മര്യാദയാണ് തോൽവിയെന്നും അദ്ദേഹം പറഞ്ഞു. വോട്ടെടുപ്പിന് മുൻപ് തോൽവിയെക്കുറിച്ച് സൂചന കിട്ടിയിരുന്നതായും അദ്ദേഹം പറഞ്ഞു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം പ്രതീക്ഷിച്ചാണ്. LDFും IDF ഒക്കെ ചേർന്ന് പെരുങ്ങോട്ടുകുറിശി പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളെ പ്രതികരിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാവും ഞങ്ങൾക്കുണ്ടായിരുന്നു. നിർഭാഗ്യമെന്ന് പറയട്ടെ, നമുക്കതിന് കഴിഞ്ഞില്ല. ആ തോൽവിയിലെ ഞാനും ഒരു പ്രധാന വിഷയമാണ്. അതെന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾ വിലയിരുത്തി വരികയാണ്. എന്താണ് അതിന് കാരണം, എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചൊക്കെ വിലയിരുത്തി വരികയാണ്. എൻ്റെ അന്തിമമായ തീരുമാനം എടുത്തതിന് ശേഷം മാത്രമേ എനിക്കൊരു പ്രത്യേക അഭിപ്രായം പറയാൻ കഴിയൂ. ആരെക്കുറിച്ച് അങ്ങനെ പരസ്യമായിട്ട് ആക്ഷേപിക്കാറുണ്ട്. CPMൻ്റെ മുഖ്യമന്ത്രി മുതൽ സമുന്നത നേതാക്കളൊക്കെ ഞങ്ങൾക്ക് വലിയ പിന്തുണ നൽകിയവരാണ്. അതൊന്നുമില്ല എന്ന് പറയുകയും ചെയ്യില്ല. മുഖ്യമന്ത്രിയും എൻ്റെ സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും AK പോലൊക്കെ വലിയ പിന്തുണയും സഹായം നൽകിയവരാണ്. പക്ഷെ പ്രാദേശികപരമായി അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അത് അന്വേഷിക്കേണ്ടത് ആ പാർട്ടിയുടെ ഭാഗത്തുണ്ടാകേണ്ട കാര്യങ്ങളാണ്. CPMൻ്റെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടാനുള്ള അധികാരങ്ങൾ നമുക്കില്ല. അവരന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. എന്നതിന് ശേഷം മാത്രമേ ഏതെങ്കിലും നിലപാട് ഞങ്ങൾ സ്വീകരിക്കുള്ളൂ. പാർട്ടിയിലെ വോട്ട് ചോർന്നു പോയിട്ടുണ്ട് എന്നുള്ളൊരു സംശയമുണ്ടോ? ഈ പാർട്ടിയിലെ CPM അല്ല, CPMൻ്റെ പാർട്ടിയിലെ വോട്ട് പല സ്ഥലത്തും ചോർന്നിട്ടുണ്ട്. അതിപ്പോൾ ഒരു ബോധപൂർവമായ ശ്രമമാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അത് ഒരു പരിഗണന ചർച്ചയ്ക്ക് ശേഷം ഞാൻ പറഞ്ഞു അതിലേക്ക് കടക്കാൻ പറ്റും. ഇനി എങ്ങനെ വരും? UDFൻ്റെ IDFൻ്റെ ഭരണസമിതി അധികാരത്തിൽ, ഞങ്ങളുടെ ഭരണസമിതി അധികാരത്തിൽ വരുമോ? LDFും ചേർന്ന് UDFൻ്റെ ഭരണസമിതി അധികാരത്തിൽ വരുമോ എന്നുള്ളതൊക്കെ പിന്നീട് പറയാൻ കഴിയും. ഒരു സീറ്റിനാണ് കോൺഗ്രസ് ഇവിടെ പരാജയപ്പെട്ടിരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം IDFന് നൽകാമെന്ന് CPM അറിയിച്ചുവെന്ന് പറയാനാവില്ല. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ സാധ്യത ചർച്ച ചെയ്യാൻ സമയമായിട്ടില്ല. അതേസമയം ഗോപിനാഥിന്റെ തോൽവി പരിശോധിക്കുമെന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. നിർഭാഗ്യവശാൽ ലക്ഷ്യം വെച്ച് വിജയിക്കാനായില്ല. സ്വാഭാവികമായും ഗോപിനാഥിന് അതൃപ്തിയുണ്ടാകാം. CPMന് എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അതുൾപ്പെടെ പരിശോധിക്കുമെന്നും സുരേഷ് ബാബു പറഞ്ഞു. ഗോപിനാഥ് ആദ്യമായാണ് പരാജയപ്പെടുന്നത്. ആലത്തൂർ MLA ആയിരുന്ന 5 വർഷം മാത്രമാണ് പഞ്ചായത്ത് ഭരണത്തിൽ നിന്നും അദ്ദേഹം മാറി നിന്നത്. 2 വർഷം മുമ്പാണ് കോൺഗ്രസ് ഗോപിനാഥിനെ പുറത്താക്കിയത്. IDF എന്ന പേരിലാണ് ഗോപിനാഥിന്റെ സ്ഥാനാർത്ഥികൾ മത്സരിച്ചത്. 9ാം വാർഡ് ബമ്മണ്ണൂരിലാണ് ഗോപിനാഥ് 154 വോട്ടുകൾക്ക് പരാജയപ്പെട്ടത്. UTV ന്യൂസ്, പാലക്കാട്.